إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഉസീക്കും ബിആയത്തുക്കുമുള്ള. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പെരുന്നാളൊക്കെ പ്രമാണിച്ച് ഒരു ഷോപ്പിൽ ബ്രാൻഡ് സാധനങ്ങൾ വമ്പിച്ച വില കുറവിൽ വിൽക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? പിന്നീട് അത് ലഭിക്കില്ല എന്നതിനാൽ തന്നെ ആ ഒരു അവസരം നഷ്ടപ്പെടരുത് എന്ന ചിന്ത മാത്രമേ നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ. അവിടെ പോയി തിരഞ്ഞെടുക്കുന്നത് നമുക്കിഷ്ടപ്പെട്ടതും വളരെ മികച്ചതൊക്കെ ആവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നന്മകളുടെ വിഷയത്തിലും നമ്മുടെയൊക്കെ നിലപാട് അതുപോലെ തന്നെയായിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളെ ഉണർത്തുവാനുള്ളത്. ഉത്തമമായതും
ധാരാളം പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു സമയവും സന്ദർഭവും നമ്മൾ ഒഴിവാക്കരുത്. അവയിൽ ഏറെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്, നാം കാലെടുത്തു വച്ചിട്ടുള്ളത്. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ ഏറെ പുണ്യമുള്ള ദിവസങ്ങളായിക്കൊണ്ടാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ഈ ആയത്തിൽ അയ്യാമിൻ മഅലൂമാത്ത് എന്നതിൻ്റെ ഉദ്ദേശം ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്നാണ് ഇബ്നു ബാസും അതുപോലെ തന്നെ അബൂ മൂസൽ അശ്അരി, മുജാഹിദ്, അതായത് സഈദ് ഇബ്നു ജുബൈർ, ഹസനുൽ ബസ്രി, ഖത്താദ, ഇങ്ങനെ തുടങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ സാധാരണ കേൾക്കാറുള്ള സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ് എന്നതിനെ കുറിച്ച് 10 രാവുകൾ എന്നതിൻ്റെ ഉദ്ദേശം ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ് എന്നാണ് ഇബ്നു ബാസും അതുപോലെ തന്നെ ഇബ്നു സുബൈർ, മുജാഹിദ് തുടങ്ങിയ അനേകം സലഫുകളായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയുള്ള കടന്നുപോക്കാണ് നമ്മളെല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണുവാൻ സാധിക്കും, വബിൽ ജുംലതി ഫഹാദൽ അശ്റു ഖദ് ഖീല ഇന്നഹു അഫ്ളലു അയ്യാമിസ് സന കമാ നതഖ ബിഹിൽ ഹദീസു ഫഫളുഹു കസീറുൻ അലാ അശ്രി റമളാനിൽ അഖീർ. നിശ്ചയമായും ഹദീസുകളിൽ വന്നത് പ്രകാരം ഇത് വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാകുന്നു എന്നാണ് ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇവയുടെ ശ്രേഷ്ഠത റമളാനിലെ 10 ദിനങ്ങളെക്കാൾ കൂടുതലാണെന്ന്, റമളാനിലുള്ള 10 ദിനങ്ങളെക്കാൾ കൂടുതലാണെന്ന്. അനസ് റളിയല്ലാഹു അതിനെക്കുറിച്ച് പറയുന്നത് എന്താ? ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ്ജ ആദ്യത്തിലെ ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെപ്പോലെയാണെന്ന്. ഓരോ ദിവസവും 1000 ദിനങ്ങളെപ്പോലെയാണ്. അറഫ ദിനം 1000 ദിനങ്ങളെക്കാൾ പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക്, അനസ് റളിയല്ലാഹു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ഔസാഹി റഹ്മഹുല്ലാ പകലിൽ നോമ്പെടുത്തും രാത്രി കാവലിരുന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ് ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ആ ഒരു ശ്രേഷ്ഠമായ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊരു ശ്രേഷ്ഠത വരാൻ എന്തായിരിക്കും? അതിനൊരു പ്രത്യേകതയുണ്ട്. ശ്രേഷ്ഠാരാധനകൾ ഒരുമിക്കുന്ന ദിനങ്ങളായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വല്ലദീ യദ്ഹറു അന്ന സബബ ഫിൽ ഇംതിയാസി അശ്രി ദിൽ ഹിജ്ജ ലിമകാനി ഇജ്തിമാഇൻ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി വഹിയ സ്വലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജ് വലാ യതഅത്താ ദാലിക ഫീ ഗൈരിഹി. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളുടെ പ്രത്യേകത എന്താണെന്നാൽ നിസ്കാരവും
നോമ്പും സ്വതഖയും ഹജ്ജും എന്നീ അടിസ്ഥാന ആരാധനകൾ ഒരുമിച്ച് വരുന്ന ദിനങ്ങളാണ് ഇവ എന്നതാണ്. അഥവാ ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ വരുന്നുണ്ട്? നിസ്കാരം വരുന്നുണ്ട്, നോമ്പ് വരുന്നുണ്ട്, സ്വതഖ വരുന്നുണ്ട്, ഹജ്ജ് വരുന്നുണ്ട്. ഈ 4 കർമ്മങ്ങൾ കൂടി ഒരുമിച്ച് വരുന്ന ഒരു വിശ്വാസിയായ മനുഷ്യന് ആ 4 കർമ്മങ്ങൾ കൂടി ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു ദിനങ്ങളിലും എന്ത് ചെയ്യുന്നില്ല, ഇതുപോലെ ഒരുമിച്ച് വരുന്നില്ല, കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ്. ഈ ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉത്തമമായ രൂപത്തിലുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. മൽ അമലു ഫീ അയ്യാമിൽ അശ്ർ, ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിലെ കർമ്മങ്ങളെക്കാൾ പുണ്യമേറിയ മറ്റു കർമ്മങ്ങളില്ല. ഏത് കർമ്മമാണ് ഫി അയ്യാമിൽ അശ്ർ അഫ്ള മിനൽ അമലി ഫി ഹാദിഹി എന്ന് പറഞ്ഞപ്പോൾ ഖാലു, സഹാബാക്കൾ പറഞ്ഞു, വേറെ ശ്രേഷ്ഠമായ ദിവസങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ സമയത്ത് അത്രയും ശ്രേഷ്ഠത നിറഞ്ഞതാണ് അന്നത്തെ കർമ്മങ്ങൾ എന്ന് റസൂലുള്ള പറഞ്ഞു കൊടുത്തപ്പോൾ സഹാബാക്കൾ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, ഖാലു യാ റസൂലുള്ളാഹ് വലൽ ജിഹാദ്, ജിഹാദും അതിനേക്കാൾ ശ്രേഷ്ഠമല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലൽ ജിഹാദ്, ജിഹാദും ശ്രേഷ്ഠമല്ല, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. എന്നിട്ട് പറയാൻ റസൂൽ, ശത്രുവിനെ നേരിടാൻ സ്വന്തം ശരീരവും സമ്പത്തും കൊണ്ട് പോവുകയും അതിലൊന്നും തിരിച്ചു കൊണ്ടുവരാതിരിക്കുകയും ചെയ്തവരൊഴികെ അവരൊഴികെയല്ല അതിനേക്കാളേറെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. മറ്റൊരു റിവായത്തിൽ റസൂലുള്ള പറയുന്നുണ്ട്, മാ മിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠവും പ്രിയമേറിയതുമായ മറ്റു ദിനങ്ങളില്ലേ ഇല്ല. അതിനാൽ നിങ്ങൾ ഈ ദിനങ്ങളിൽ എന്ത് ചെയ്യണം? ഫഅക്തിറൂ, നിങ്ങൾ വർദ്ധിപ്പിക്കണം, ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, തഹ്ലീലും തക്ബീറും തഹ്മീദും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 10 ദിനങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു റിവായത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഹജ്ജിനേക്കാൾ പുണ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദിനങ്ങളിലെ കർമ്മങ്ങൾ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ ദിനങ്ങൾ അശ്രദ്ധമാക്കി നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഉണർത്തിത്തരുവാനുള്ളത്. റമദാനിലെ അവസാന രാവുകൾക്ക് തുല്യമോ അതിനേക്കാൾ ശ്രേഷ്ഠമോ ആണ് ഈ ദിനങ്ങളിലെ പകലുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികൾ ഈ ദിനങ്ങൾ വളരെയേറെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. സഈദ് ഇബ്നു ജുബൈർ റഹ്മഹുല്ലാഹ് തനിക്ക് എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഈ ദിനങ്ങളിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങൾ വന്നിരിക്കുന്നതാ, ഈ ദിനങ്ങൾ നമ്മൾക്ക് കർമ്മങ്ങളിലും ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളിലും തിരക്കുള്ള ദിനങ്ങളാണ് എന്ന് അദ്ദേഹം ജീവിതത്തിൽ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഈ പുണ്യം ദിനങ്ങൾ ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്യണം? നമുക്കെല്ലാവർക്കും ആവണം. സഈദ് ഇബ്നു ജുബൈർ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം, ലാ തുത്ഫിനു സുറൂജുകും ലാ തുത്ഫിഉ സുറൂജകും ലയാലിയൽ അശ്രി തുഅജിബുൽ ഇബാദ. ഈ 10 രാവുകളിൽ നിങ്ങളുടെ വിളക്കുകൾ അണക്കരുത്, ആ സമയം നിങ്ങൾ ഇബാദത്തിലേർപ്പെടണം. വയഖൂലു യഫില്ലു ഖദമകും യതസഹറൂന ലിസൗമി യൗമിൽ അറഫ. അറഫ ദിനങ്ങളിൽ നോമ്പെടുക്കാനായി നിങ്ങളുടെ വീട്ടുകാരെ ഉണർത്തുകയും ചെയ്യണം.
അറഫന്റെ ദിവസെത്തുമ്പോൾ അതിൽ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടുകാരെ ഉണർത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ രേഖപ്പെടുത്തിയത് കാണാം. ഇത്രയൊക്കെ പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ആദ്യത്തെ 10 ദിനങ്ങളുടെ ശ്രേഷ്ഠതയായിക്കൊണ്ട് നമുക്ക് പറയുകയും പഠിപ്പിച്ചു തരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ദിവസങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന ചില സൽക്കർമ്മങ്ങളുണ്ട്, അതുകൂടെ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ഒന്ന് ഹജ്ജും ഉംറയാണ്. അതിനുള്ള സമയവും വക്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. പക്ഷേങ്കിലും അങ്ങനെയുള്ള അവസരങ്ങൾ വന്നുവിടുന്നത് അടുത്തൊരു വർഷത്തിലേക്കെങ്കിലും വന്നു വരുമ്പോൾ ഈ ഒരു അറിവ് മൂലം അത് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം ചെയ്യുക എന്നുള്ളതാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. 2 ഉംറകൾ അവക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൽ ഹജ്ജു മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യകരമായിട്ടുള്ള ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്തേക്ക് അത് മാറ്റിവെക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് സാധിക്കണം. ആ സമയത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെയാണ് 9 ദിനങ്ങളിലുള്ള നോമ്പ് എന്ന് പറയുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജതി വയൗമ ആശൂറാ വസലാസത അയ്യാമിൻ മിൻ കുല്ലി ശഹ്രിൻ അവ്വൽ ഇസ്നൈനി മിനശ് ശഹ്രി വൽ ഖമീസ്. അല്ലാഹുവിൻ്റെ റസൂല് നോമ്പെടുക്കുന്ന ദിനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ 9ഉം ആശൂറാ ദിനവും എല്ലാ മാസത്തിലും 3 ദിനങ്ങളും മാസത്തിലെ ആദ്യ തിങ്കളും വ്യാഴവും റസൂലുള്ള നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂല് ഫർള് നോമ്പ് കഴിഞ്ഞാൽ പിടിക്കാറുള്ള നോമ്പുകളെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിൽ പറയുന്നത് എന്താ, ദിൽഹിജ്ജയിലെ 9 നോമ്പുകളും എന്നാണ്. ഇവിടെ തിസ്അദിൽ ഹിജ്ജ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ പദത്തിന് ദുൽഹിജ്ജയിലെ 9 ദിനങ്ങളെന്ന് അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. ദുൽഹിജ്ജയിലെ 9 നോമ്പിന്റെ വിഷയത്തിൽ പ്രത്യേക ഹദീസുകൾ വന്നിട്ടുണ്ട്. ദുൽഹിജ്ജ 9 അറഫയുടെ നോമ്പിന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേക ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയപ്പെട്ട ദുൽഹിജ്ജയിലെ 9 ദിനങ്ങൾ ഏതാ? ദുൽഹിജ്ജയിലെ 9 ദിനങ്ങളും നോമ്പ് പിടിക്കാന്നാ. 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളും എന്ത് ചെയ്യാം, അവർക്ക് നോമ്പ് പിടിക്കാമെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരാണ്. ഈ ദിനങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളും ഉത്തമമാണ് എന്നതിനാലാണ് 9 ദിവസവും നോമ്പെടുക്കൽ തന്നെയാണ് ഏറ്റവും ഉത്തമമെന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം. നമ്മുടെ മുൻഗാമികൾ ഈ 9 ദിവസങ്ങളും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് 9 ദിനങ്ങളിൽ നോമ്പെടുക്കാൻ സാധിക്കുന്ന ആളുകൾ ആ 9 ദിനങ്ങളിലും നോമ്പെടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ 2-3 ദിനങ്ങൾ കഴിഞ്ഞു പോയല്ലോ എന്ന് പരിതപിക്കേണ്ട ആവശ്യമില്ല. അറിവ് വന്നു കിട്ടുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള സമയങ്ങൾ കൂടി നോമ്പെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠവും പ്രിയമേറിയതുമായ മറ്റു ദിനങ്ങൾ ഇല്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വതക്ബീരി വതഹ്മീദ്. തഹ്ലീലും തക്ബീറും തഹ്മീദും നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളാണെന്ന്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ. അഹബ്ബുൽ കലാമ ഇലല്ലാഹി അർബഅ. 4 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇതാർക്കാ പറയാൻ സാധിക്കാത്തത്? ഈ 4 വാചകങ്ങൾ ആർക്കാ പറയാൻ സാധിക്കാത്തത്? എത്ര ലളിതമാണ്, നാവ് കൊണ്ട് എത്ര ലളിതമായി കൊണ്ട് പറയാൻ സാധിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ 4 എണ്ണം എന്ത് ചെയ്യുള്ളൂ ചെല്ലാനുള്ളത്. ഈ 4
കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ 4 ചൊല്ലിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ദിവസങ്ങളെ കടന്നു പോകുന്നത്. തക്ബീറും തഹ്ലീലും തഹ്മീദും ഒക്കെ വർദ്ധിപ്പിക്കാൻ, ദിക്റുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നു ഉമർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇവർ ഈ ദിനങ്ങളിൽ അങ്ങാടികളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു, തക്ബീറുകൾ, ഉച്ചത്തിൽ തക്ബീറുകൾ മുഴക്കുകയും ആളുകളൊക്കെ അത് കേട്ടിട്ട് എന്ത് ചെയ്യായിരുന്ന, കൂടുതൽ മുഴക്കുകയായിരുന്ന. ആലോചിച്ച് നോക്കുകയാണെ, ആ ഒരു നാടും സാഹചര്യം ഒന്നല്ല നമുക്ക്, പക്ഷേ അതിൻ്റെ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അത്താഇബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്താണ്? പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങിയവൻ പാപങ്ങൾ ഇല്ലാത്തവനെ പോലെയാണ്. പാപങ്ങൾ നിന്നൊക്കെ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവുക, അതിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങുവാൻ ഈ 10 ദിനരാത്രങ്ങളിൽ നമുക്ക് സാധിക്കണമെന്നർത്ഥം. അതിനുവേണ്ടി നമ്മൾ ചെയ്യണം. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് എന്താ? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുത് തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നു. തൗബ ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുവാൻ നമുക്ക് സാധിക്കണം. പിന്നെന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക? ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചത് എന്താ? ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹി തൽകിൻ. നന്മകളിൽ ഒന്നും നീ നിസാരമാക്കി കളയരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, നന്മകളിൽ ഒന്നും തന്നെ നീ നിസാരമാക്കി കളയരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹി തൽകിൻ. എന്ത് ചെയ്യണം? പ്രസന്നനായ മുഖവുമായി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നീ ഒഴിവാക്കരുത്. ഒന്ന് പുഞ്ചിരിയോടുകൂടി ഒരു സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒഴിവാക്കാമില്ല. അത്രയും നമ്മൾ എന്ത് ചെയ്യണം? നന്മകളിൽ വ്യാപൃതരായിരിക്കണം എന്നുള്ളതാണ്. ഇതിന് പുറമെ ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പറ്റുന്നിടത്തോളം സമയം കണ്ടെത്തിയിട്ട് ഈ ഒരു 10 ദിനരാത്രങ്ങളിൽ അത് ഖത്തം തീർക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഖൈറാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അത് പഠിക്കാനുള്ള സന്ദർഭം കണ്ടെത്തണം. അതുപോലെ തന്നെ മതപഠനങ്ങൾ നിർവഹിക്കുവാനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. നന്മ ഉപദേശിച്ചു കൊടുക്കുവാനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ തിന്മ വിരോധിക്കുവാനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ തുടങ്ങുന്ന എല്ലാവിധ നന്മകളിലും നമ്മൾ വ്യാപൃതരാവണമെന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നല്ല ഒരു 10 ദിനങ്ങൾ നമുക്ക് കിട്ടിയിട്ട് അത് മുതലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ടുള്ള കാര്യം എന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്ത് ഈ ദിനങ്ങളൊക്കെ ധന്യമാക്കുവാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വ്യാഴാഴ്ചയിലാണ് നമുക്ക് പെരുന്നാൾ വരുന്നത്.
അപ്പം അതിന് തൊട്ടു മുമ്പുള്ള ദിവസമായിരിക്കും അറഫയുടെ നോമ്പുണ്ടായിരിക്കുക. നമുക്ക് എന്നാണോ പെരുന്നാൾ വരുന്നത് അതിന് തൊട്ടു മുമ്പുള്ള ദിവസമാണ് അറഫയുടെ നോമ്പ്. അപ്പോൾ 27-ന് എന്ത് ചെയ്യും? അറഫയുടെ നോമ്പ്. 28-ാം തീയതി നമ്മുടെ പെരുന്നാളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ കീഴിലും ഈദ്ഗാഹുണ്ട്. എല്ലാവർക്കും അറിയാം, ഈദ്ഗാഹിനാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലമുള്ളത് പള്ളിയിൽ നമസ്കരിക്കുന്നത്. എന്നാൽ മഴയുടെയൊക്കെ മറ്റു സാഹചര്യമായതുകൊണ്ട് തന്നെ ഇനി മഴയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് ചേഞ്ചാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ അത്രയും ഖൈറാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ 7 മണിക്കാണ് ഈദ് നമസ്കാരം ആരംഭിക്കുക. അപ്പം എല്ലാവരും വളരെ നേരത്തെ തന്നെ എത്തുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂല് സൂര്യൻ ഉദിച്ചാൽ മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ എത്തുമ്പോൾ ജനങ്ങൾ അവിടെ സന്നിധരായിരിക്കും. അതിനു മുമ്പേ ആളുകളൊക്കെ എന്തുണ്ടായിരിക്കും? അവിടെ ഉണ്ടായിരിക്കും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതിനേക്കാൾ മുമ്പ് ആളുകൾ എന്ത് ചെയ്തിരുന്നു? മുസല്ലയിലേക്ക് നേരത്തെ എത്തിയിരുന്നു. അഥവാ ഖത്തീബ് വരുന്നതിന് മുമ്പ് മുസല്ലയിലേക്ക് ജനങ്ങൾ നേരത്തെ എത്തണമെന്നർത്ഥം. അതുകൊണ്ടാണ് സുബഹി നമസ്കാരത്തിന് ശേഷം നേരെ ഒരാൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നുവെങ്കിൽ അതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ തൻ്റെ സ്വഹീഹിൽ ഒരു അദ്ധ്യായത്തിന് പേര് നൽകിയിട്ടുള്ളത് തന്നെ ഈദിലേക്ക് നേരത്തെ പോകൽ എന്നാണ്. സ്വഹാബത്തും ത്വാബീകളൊക്കെ ഫജ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നെന്നാണ് സ്വഹീഹായി വന്ന വളരെയധികം റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് ശേഷം പിന്നെ ഒരു വീട്ടിലേക്ക് പോകണം, നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി ഫജ്റിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇരുത്തം ഇവിടെ ഇരിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈദുൽ അദ്ഹക്കും ഈദുൽ ഫിത്തറും തമ്മിലൊരു വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്തറിന് പുറപ്പെടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? പുറപ്പെട്ടിരുന്നത്. ഈദുൽ അദ്ഹക്ക് ആവട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭക്ഷണവും കഴിക്കാത്ത രൂപത്തിലാണ് എന്ത് ചെയ്തിരുന്നത്? പുറപ്പെട്ടിരുന്നത്. എന്നിട്ട് അറിവ് നടത്തും. ആ അറിവിൽ നിന്ന് എന്തുള്ള എന്തെങ്കിലും ഭക്ഷണം ആണ് ആദ്യം കഴിച്ചിരുന്നത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ആ രൂപത്തിൽ സുന്നത്തെടുക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ആ രൂപത്തിൽ ചര്യകൾ എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ മുസല്ലയിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. കിടന്നുറങ്ങി സമയം കളയേണ്ട ഒരു വക്തല്ല, അല്ലെങ്കിലുമല്ല. സുബഹി എന്ന് പറയുന്നത് നേരെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് നേരത്തെ ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വസ്ത്രവേഷ കാര്യങ്ങളിലൊക്കെ വളരെയധികം സൂക്ഷ്മത പുലർത്തുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റൈൽ എന്ന പേരിൽ ഹറാമിലേക്ക് പോകുന്ന കുട്ടികൾ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പെരുന്നാളിന് അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന വസ്ത്രം ആവുന്നൊരു ഏർപ്പാട് ആവാൻ പാടില്ല. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് പട്ടുവസ്ത്രവും അല്ലെങ്കിൽ സ്വർണം പാടില്ല, കണങ്കാലിന് താഴെ വസ്ത്രം പാടില്ല, നിര്യാണിക്ക് കീഴേ വസ്ത്രം ധരിക്കരുത് എന്നുള്ളത്. ഒരിക്കലും ഉമർ റളിയല്ലാഹു ഒരു പട്ടുവസ്ത്രം ചന്തയിൽ ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. ആ വസ്ത്രം എന്ത് ചെയ്തു? വാങ്ങി. ആർക്കു വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടാണ് വാങ്ങി. അത് വാങ്ങിയിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, യാ റസൂലുള്ളാഹ് ഇബ്തഗ് ഹാസിഹി ഫതജമ്മൽ ബിഹാലിൽ ഈദി വലിൽ വഫ്ദ്. അള്ളാഹിൻ്റെ റസൂലേ, ഇത് വാങ്ങി പെരുന്നാളിനും പ്രതിനിധികളെ സ്വീകരിക്കുമ്പോഴൊന്ന് ധരിച്ചുകൂടെ എന്ന് റസൂലുള്ളാഹിനോട് പോയി പറയുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നമാ ഹാദിഹി ലിബാസും മൻ ലാ ഖലാഖ ലഹു ഫിൽ ആഖിറ. ഇത് പരലോകത്ത് ഓഹരിയില്ലാത്തവരുടെ വസ്ത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പട്ടുവസ്ത്രം ഉമർ റളിയല്ലാഹുവിന് എന്ത് ചെയ്യണേ, കൊടുത്തയക്കുകയാണ്. ആ സമയത്ത് കൊടുത്തയക്കല്ല, കൊണ്ടേ കൊടുക്കുകയാണ്, നേരിട്ട് കൊണ്ടേ കൊടുക്കുകയാണ്. റസൂൽ ആ സമയത്ത് റസൂലുള്ളാഹിനോട് ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, താങ്കൾ തന്നെ ഇത് പരലോകത്ത് ഓഹരി ഇല്ലാത്തവരുടേതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരികയാണോ എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നീ ഇത് ധരിക്കാനല്ല ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നിനക്ക് തന്നിട്ടുള്ളത്, വിൽക്കാനോ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇത് ഞാൻ തന്നിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ പട്ട് നമുക്ക് ഹറാമാണ്, പട്ടു വസ്ത്രങ്ങൾ പോലുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഉണർത്തുകയാണ്. അതേപോലെ തന്നെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസു യൗമൽ ഈദ് ബുർദതൻ ഹംറ, പെരുന്നാൾ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുവന്ന നിറത്തിലുള്ള ചില കമ്പിളികൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചതായിട്ട്. അപ്പോൾ കളർ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് കൊണ്ടൊന്നും എന്തില്ല, പ്രയാസമില്ല എന്നർത്ഥം. കളർ വസ്ത്രങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും ധരിക്കാൻ സാധിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന സ്ത്രീകളോടാണ് അടുത്തത് എനിക്ക് പറയാനുള്ളത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാഇ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർ റിജാൽ, സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാരെയും പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ പറഞ്ഞത് എന്താ അറിയോ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുലു യൽബസു ലിബ്സത്തൽ മർഅതി വൽ മർഅത തൽബസു ലിബ്സത്തർ റജുൽ, സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് കാണാം. ലഅന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നുള്ളതാണ്, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്താക്കി മാറ്റുക എന്നുള്ളതാണ് ലഅന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കളിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ശപിച്ചു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വലിയ അപകടത്തിലാണ് എന്നർത്ഥം. ഇമാം ദഹബി റഹ്മഹുല്ലാഹ് പറയാണ്, വലിയ പാപങ്ങളിൽ പെട്ടതാണ് ഇത് എന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹു പറയുന്ന കാര്യം വലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അപ്പം അതിന് വിരുദ്ധമായിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ കാലത്തെ വസ്ത്രങ്ങളിൽ അധികവും നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് രക്ഷിതാക്കൾ മോൾക്ക് അല്ലെങ്കിൽ മോനക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഇത് ആണുങ്ങളുടെ ഷർട്ടാണോ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഷർട്ടാണോ എന്ന് നോക്കി വേണം എന്ത് ചെയ്യാൻ, എടുക്കാൻ എന്നുള്ളതാണ്. കുറേ പൈസ കൊടുത്തിട്ട് 1000-2000 ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപവും വാങ്ങി ഈദ്ഗാഹിലേക്ക് വന്നിട്ട് തക്ബീർ ചൊല്ലി അത് ആകാശത്തേക്ക് ഉയർന്നു പോവോ? ആലോചിച്ച് നോക്കാണ്. അത് ഞാൻ പറയാൻ കാരണം, അതാണ് ഞാൻ പറയാൻ കാരണം. അത് ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ പെരുന്നാളിന് വന്നിട്ട് നിങ്ങൾ അതിൽ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നിങ്ങളോട് ഇത് സൂചിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാതാപിതാക്കൾക്കാണ് വാണിംഗ് തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി, നിങ്ങൾ എല്ലാവരും ഇടയന്മാരാണ്, നിങ്ങളുടെ പ്രജകളെ പറ്റി ചോദ്യം ചെയ്യപ്പെടും. എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണെന്ന്. വാപ്പാക്ക് വാപ്പാൻ്റെതായിട്ടും ഉമ്മാക്ക് ഉമ്മാൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തത്തിനുള്ളിലാണ് മക്കൾ എന്നുള്ളത് എന്ത് ചെയ്യണം, നോക്കേണ്ട കടമ അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അനുകരണങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളുടെ രീതി കോപ്പി അടിക്കുന്നൊരു ഇതിലേക്ക് വരാൻ പാടില്ല. കേക്കുകൾ മുറിക്കലും ഈദ് ട്രീ ഉണ്ടാക്കുന്ന രൂപവും അതേപോലെ തന്നെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന രൂപങ്ങളൊക്കെ. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഹലാൽ പാർട്ടിയാണ്, അല്ലാതെ DJ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മദ്യമില്ലാത്തതാണ്, പക്ഷേ ബിരിയാണിയുണ്ട്, സന്തോഷമുണ്ട്, പ്രതിഫലവുമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. മനസ്സിലായല്ലോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയലക്കത്തൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പെരുന്നാൾ ദിനത്തിൽ ഒരു സത്യവിശ്വാസി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം, ഭക്ഷണം കഴിക്കാതെ പുറപ്പെടണം.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈദ്ഗാഹിലേക്ക് വരുന്നതിന് മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തക്ബീർ ചൊല്ലിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. തക്ബീർ ചൊല്ലിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അങ്ങനെ ഉറക്കനെ ചൊല്ലിയിട്ടാണ് അന്നൊക്കെ വന്നിരുന്നത്. ഉറക്കനെ ചൊല്ലിയിട്ട് നമുക്ക് നമ്മളെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മുടെ ഫാമിലിനെ കൂട്ടിയിട്ട് ഉറക്കനെ ചൊല്ലിയിട്ട് നമുക്ക് ഇറങ്ങാം. അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ അത് ചൊല്ലിയിട്ട് ആ വാഹനത്തിലേക്ക് കയറി ആ വാഹനത്തിലിരുന്ന് അത് ചൊല്ലിക്കൊണ്ട് അങ്ങനെ പോന്ന് ഇവിടെ എത്തോളം ചൊല്ലി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് അങ്ങനെ നടന്നു വരുമ്പോഴും ചൊല്ലിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് കയറുമ്പോഴൊരു റാഹത്ത് നോക്കാൻ നിങ്ങൾ ശരിക്കും അപ്പോഴാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളത്. അല്ലാതെ കുറേ ഹറാമുകൾ കൂടിച്ചേർന്നിട്ടുള്ളതുകൊണ്ട് നമുക്കിതില്ല ഒരു പെരുന്നാളിൻ്റെ പ്രതിഫലം കിട്ടൂല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നല്ല വസ്ത്രമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. തക്ബീറുകളൊക്കെ ചൊല്ലുക. പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിൽ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈദ്ഗാഹിലേക്ക് നേരത്തെ പോവുക. പെരുന്നാൾ നമസ്കാരാനന്തരമുള്ള കുത്തുബ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പരസ്പരം ആശംസകൾ നേരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉലൂഹിയത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുസല്ലയിലേക്ക് ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരിക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ പെരുന്നാൾക്ക് നമ്മൾ പറയപ്പെട്ട കാര്യങ്ങളാണ്. എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മുസ്ലിലേക്ക് ഇങ്ങനെ ഒരു വഴിയിലൂടെ പോകാന്നാണ് കുടുംബമൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നതാണല്ലോ. മുസ്ലിയിൽ നിന്ന് വീട്ടിലെത്തിയാൽ 2 റക്അത്ത് നമസ്കരിക്കുക. അതൊരു സുന്നത്താണ്. ഇങ്ങനെ തിരിച്ചു പോയിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതും ഒരു സുന്നത്തുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ നമ്മളെ പെരുന്നാളിനെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അത് പ്രതിഫലാർഹമാക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളിവിടെ 7 മണിക്കാണ് ഈദ്ഗാഹ് ആരംഭിക്കുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنا نسألك جنات الفردوس. اللهم إنا نسألك جنات الفردوس. اللهم إنا نسألك جنات الفردوس. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وأقم الصلاة.